നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മനുഷ്യന് തന്റെ കരിയറിൽ എത്രത്തോളം വലിയ തകർച്ചകൾ നേരിടേണ്ടി വരാം, എത്ര തവണ പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കേണ്ടി വരാം? ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരൊറ്റ ഉത്തരമേ കാണൂ. അത് നമ്മുടെ സ്വന്തം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ്. ഇന്ന് ലോകകപ്പ് ഹീറോ ആയി, ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി, കോടിക്കണക്കിന് ആരാധകരുടെ നെഞ്ചിൽ രാജാവായി സഞ്ജു വാഴുമ്പോൾ ഇതിനെല്ലാം തൊട്ടുമുൻപ് അദ്ദേഹം കടന്നുപോയത് നരകതുല്യമായ ഒരു മാനസികാവസ്ഥയിലൂടെയായിരുന്നു എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. ഇപ്പോൾ ഇതാ തന്റെ കരിയറിലെ ഏറ്റവും ഇരുണ്ട, ഏറ്റവും സങ്കടകരമായ ആ നിമിഷങ്ങളെക്കുറിച്ച് അത്യധികം വൈകാരികമായി മനസ്സു തുറന്നിരിക്കുകയാണ് സഞ്ജു സാംസൺ. സഞ്ജുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും കണ്ണു നിറയും, നെഞ്ചു പിടയും. ലോകകപ്പിന് മുൻപ് ഞാൻ ബാറ്റിംഗിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയായിരുന്നു. റൺസ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസിലാൻഡിനെതിരായ തിരുവനന്തപുരം 2020 മത്സരത്തിൽ മോശം പ്രകടനത്തിനു ശേഷം വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകൾ ഇഷാൻ കിഷന് കൈമാറിയപ്പോൾ എൻ്റെ കരിയർ അവസാനിച്ചുവെന്നും നാട്ടിലെ എൻ്റെ അവസാന മത്സരം അതായിരിക്കാമെന്നും ഞാൻ കരുതി. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ, സ്വന്തം തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രൗണ്ടിൽ വെച്ച് പരാജയപ്പെട്ട് ഇനി ഒരിക്കലും ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ച് കണ്ണീരോടെ വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകൾ ഇഷാൻ കിഷന് കൈമാറി മടങ്ങിയ ആ സഞ്ജുവിൽ നിന്ന് മാസങ്ങൾക്കപ്പുറം ലോകകപ്പ് വേദിയിൽ ഇന്ത്യയുടെ രക്ഷകനായി അവതരിച്ച് രാജ്യത്തെ ലോക കിരീടത്തിലേക്ക് നയിച്ച ആ മഹാപ്രതിഭയിലേക്കുള്ള ദൂരം എത്രത്തോളമാണ്? തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു മലയാളിയുടെ ചോര തിളക്കുന്ന പോരാട്ടത്തിന്റെ കഥയാണിത്. അതെ, തിരുവനന്തപുരത്തെ ആ കറുത്ത രാത്രിയിൽ നിന്ന് ലോകകപ്പിന്റെ സുവർണ സിംഹാസനത്തിലേക്ക് സഞ്ജു സാംസൺ നടത്തിയ ആ അവിശ്വസനീയമായ രാജകീയ തിരിച്ചുവരവിന്റെ കഥ സ്പോർട്സ് പിച്ച് ഇന്ന് വിശദമായി പരിശോധിക്കുന്നു. നമുക്ക് ആ കറുത്ത രാത്രിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ന്യൂസിലാൻഡിനെതിരെയുള്ള ആ സുപ്രധാന 2020 മത്സരം നടക്കുന്നത് സഞ്ജുവിന്റെ സ്വന്തം തട്ടകമായ തിരുവനന്തപുരത്താണ്. തന്റെ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ സഞ്ജു സാംസൺ എന്ന പേര് ആകാശമുട്ടെ വിളിച്ചു പറയുന്ന ആയിരക്കണക്കിന് ആരാധകർക്ക് മുന്നിൽ കളി ജയിപ്പിക്കുക എന്നത് സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ ക്രിക്കറ്റ് പലപ്പോഴും ക്രൂരമാണ്. ആ മത്സരത്തിന് തൊട്ടുമുൻപുള്ള നാളുകളിൽ സഞ്ജു കരിയറിലെ ഏറ്റവും മോശ ഫോമിലൂടെയാണ് കടന്നുപോയിരുന്നത്. ബാറ്റിംഗിൽ താളം കണ്ടെത്താൻ അദ്ദേഹം വലിയ രീതിയിൽ ബുദ്ധിമുട്ടി. റൺസ് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാതെ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു താരം. തിരുവനന്തപുരത്തെ ആ മത്സരത്തിലും ആ മോശം ഫോം സഞ്ജുവിനെ വേട്ടയാടി. ബാറ്റിംഗിൽ ഒരു വമ്പൻ പരാജയമായി സഞ്ജു ക്രീസ് വിട്ടു. അവിടെയും തീർന്നില്ല സഞ്ജുവിന്റെ വേദന. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ സഞ്ജുവിന് വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകൾ ഇഷാൻ കിഷന് കൈമാറേണ്ടി വന്നു. അതൊരു കേവല കൈമാറ്റമായിരുന്നില്ല, സഞ്ജു തന്നെ പറയുന്നു. ആ നിമിഷം തന്റെ ഹൃദയം തകർന്നു പോയിരുന്നുവെന്ന്. സ്വന്തം നാട്ടിൽ വെച്ച് കരിയറിലെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഗ്ലൗസ് മറ്റൊരാൾക്ക് കൈമാറി ഫീൽഡിൽ നിൽക്കേണ്ടി വന്നപ്പോൾ ഇനി എനിക്ക് ഇന്ത്യൻ ടീമിൽ ഒരവസരം ലഭിക്കില്ല, ഇതാണ് എൻ്റെ കരിയറിലെ അവസാന മത്സരം, ഇതാണ് എൻ്റെ അന്താരാഷ്ട്ര കരിയറിന്റെ അന്ത്യമെന്ന് സഞ്ജു ഉറപ്പിച്ചു. ഒരു കളിക്കാരനെ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള മാനസിക നരകത്തിലൂടെയാണ് അന്ന് സഞ്ജു കടന്നുപോയത്. സഞ്ജു അന്ന് അങ്ങനെ ചിന്തിച്ചതിൽ ഒട്ടും തെറ്റില്ലായിരുന്നു. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിലെ വടക്കൻ ലോബിയും മാധ്യമങ്ങളും സഞ്ജുവിന്റെ ഒരു പരാജയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ പോലും സഞ്ജുവിനെ കരിയർ അവസാനിപ്പിക്കാൻ തക്കവണ്ണം വേട്ടയാടുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത് തുടങ്ങിയ വിക്കറ്റ് കീപ്പർമാർ തുടർച്ചയായി പരാജയപ്പെട്ടാലും അവർക്ക് ലഭിക്കുന്ന ഗോഡ്ഫാദർമാരുടെ പിന്തുണ കേരളത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോരാടി വന്ന സഞ്ജുവിനില്ല. തിരുവനന്തപുരത്തെ ആ മത്സരത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലും നാഷണൽ മീഡിയകളിലും സഞ്ജുവിനെതിരെയുള്ള വിമർശനങ്ങൾ അണപൊട്ടിയൊഴുകി. സഞ്ജുവിന് ലഭിച്ച സുവർണ അവസരം കളഞ്ഞുകുളിച്ചു. സ്വന്തം നാട്ടിൽ പോലും തിളങ്ങാൻ കഴിയാത്ത സഞ്ജുവിനെ ഇനി ടീമിലെടുക്കരുത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കൺസിസ്റ്റൻസി സഞ്ജുവിന് ഒരിക്കലും ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള കടുത്ത ആക്രോശങ്ങൾക്കിടയിൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ മാനസികമായി തകർന്നു പോകുമായിരുന്നു. തന്റെ കരിയർ ഇതോടെ അവസാനിച്ചു എന്ന് സഞ്ജു വിചാരിച്ചതും അതുകൊണ്ടാണ്. വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകൾ ഇഷാൻ കിഷന്റെ കൈകളിലേക്ക് പോയപ്പോൾ യഥാർത്ഥത്തിൽ അത് സഞ്ജുവിന്റെ കൈകളിൽ നിന്ന് ഇന്ത്യൻ ടീമിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം തന്നെ ഒളിച്ചു പോകുന്നതിന് തുല്യമായിരുന്നു. എന്നാൽ ദൈവം ചിലർക്കായി ചിലത് കാത്തുവെക്കുമെന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് സഞ്ജുവിന്റെ ജീവിതം തെളിയിക്കുന്നു. തിരുവനന്തപുരത്തെ ആ കറുത്ത രാത്രിക്ക് ശേഷം
സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയർ തീർന്നു എന്ന് എല്ലാവരും വിധി എഴുതിയെടുത്തു നിന്നാണ് വിധി അതിന്റെ മാന്ത്രിക ചെപ്പ് തുറക്കുന്നത്. ICC 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചപ്പോൾ അപ്രതീക്ഷിതമായി സഞ്ജു സാംസൺ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒടുവിൽ ലോകകപ്പ് ടൂർണമെന്റ് ആരംഭിച്ചപ്പോൾ സഞ്ജുവിന് പ്ലേയിങ് 11-ൽ അവസരവും ലഭിച്ചു. സഞ്ജു പറയുന്നു, പക്ഷെ പിന്നീട് ലോകകപ്പ് എത്തി. അപ്രതീക്ഷിതമായി എനിക്ക് അവസരം ലഭിച്ചു. ആ അവസരം ഞാൻ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി. തീർത്തും അപ്രതീക്ഷിതമായി ലഭിച്ച ആ അവസരത്തെ സഞ്ജു കണ്ടത് തന്റെ ജീവിതത്തിലെ അവസാനത്തെ പോരാട്ടമായിട്ടാണ്. ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്റെ കരിയർ കഴിഞ്ഞെന്ന് ഞാൻ കരുതിയതാണ്. അതുകൊണ്ട് ഇനി എനിക്ക് ഭയപ്പെടാനുമില്ല എന്ന ചിന്തയോടെയാണ് സഞ്ജു ലോകകപ്പ് മൈതാനങ്ങളിലേക്ക് ബാറ്റ് വീശാൻ ഇറങ്ങിയത്. ആ ഭയമില്ലായ്മയാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ബാറ്റിംഗ് വിസ്മയത്തിന് വഴി തുറന്നത്. അവസരങ്ങൾക്കായി ദാഹിച്ച ഒരു സിംഹത്തിനു മുന്നിലേക്ക് ഇരയെ ഇട്ടുകൊടുത്താൽ എങ്ങനെയിരിക്കും? അതായിരുന്നു ലോകകപ്പിലെ സഞ്ജുവിന്റെ ബാറ്റിംഗ്. തിരുവനന്തപുരത്ത് റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ അതേ സഞ്ജു ലോകകപ്പിന്റെ വലിയ വേദിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളിംഗ് നിരകളെ തച്ചുടച്ചു. സമ്മർദ്ദഘട്ടങ്ങളിൽ ഇന്ത്യ തകർച്ച നേരിട്ടപ്പോഴെല്ലാം ഒരു രക്ഷകനായി സഞ്ജു ക്രീസിൽ ഉറച്ചുനിന്നു. ലോകകപ്പിൽ സഞ്ജു കുറിച്ച അവിശ്വസനീയമായ നേട്ടങ്ങൾ ഇങ്ങനെയായിരുന്നു. ടീമിന്റെ ടോപ്പ് സ്കോർ, ടൂർണമെന്റിലുടനീളം കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് 321 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം മലയാളി താരം സ്വന്തമാക്കി. ഫൈനലിൽ ഉൾപ്പെടെ സഞ്ജു കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന്റെ കരുത്തിലാണ് ഇന്ത്യ വിശ്വവിജയികളായത്. സഞ്ജു തന്നെ വ്യക്തമാക്കുന്നു, മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാനും സഹായിച്ചു. കാര്യവട്ടത്ത് വെച്ച് വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകൾ ഇഷാൻ കിഷന് കൈമാറുമ്പോൾ സഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകകപ്പ് വേദിയിൽ ഇന്ത്യൻ പതാകയുമേന്തി സഞ്ജു നിൽക്കുമ്പോൾ ആ കണ്ണുകളിൽ നിറഞ്ഞത് കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ അഭിമാനത്തിന്റെ കണ്ണീരായിരുന്നു. സഞ്ജു സാംസന്റെ ഈ തുറന്നു പറച്ചിൽ ഇന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് പരാജയങ്ങളിൽ തളർന്നു പോകുന്ന യുവതലമുറയ്ക്ക് വലിയൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ഇനി എല്ലാം അവസാനിച്ചു എന്ന്. നമ്മൾ കരിയറിലെ ഏറ്റവും വലിയ പരാജയമായി മാറിക്കഴിഞ്ഞു എന്ന് നമ്മൾ സ്വയം വിധിയെഴുതും. എന്നാൽ കഠിനാധ്വാനവും ദൈവത്തിലുള്ള വിശ്വാസവും ഉണ്ടെങ്കിൽ വിധി നമുക്കായി വലിയൊരു വഴിത്തിരിവ് കാത്തുവെച്ചിട്ടുണ്ടാകുമെന്ന് സഞ്ജുവിന്റെ ഈ ജീവിതം കാണിച്ചു തരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് സഞ്ജുവിനെ എഴുതിത്തള്ളിയവർ ഇന്ന് അദ്ദേഹത്തിന്റെ ലോകകപ്പ് പ്രകടനത്തിനു മുന്നിൽ എഴുന്നേറ്റു നിന്ന് കൈയടിക്കുകയാണ്. വിമർശിച്ചവരുടെ വായടപ്പിക്കാൻ സഞ്ജുവിന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയോ ആക്രോശങ്ങളുടെയോ ആവശ്യമുണ്ടായിരുന്നില്ല. പകരം തന്റെ ഉള്ളിലെ അടങ്ങാത്ത പോരാട്ട വീര്യവും ബാറ്റിലെ മാന്ത്രികതയും മാത്രം മതിയായിരുന്നു. വരാനിരിക്കുന്ന അയർലാൻഡ് പര്യടനത്തിനും സഞ്ജു ഈ മാസ് ഫോം തുടരുമെന്ന് തന്നെയാണ് മലയാളി ക്രിക്കറ്റ് ലോകം ഉറച്ചു വിശ്വസിക്കുന്നത്. എന്റെ കരിയർ കഴിഞ്ഞെന്ന് ഞാൻ കരുതിയെടുത്തു നിന്നാണ് ഞാൻ ലോകകപ്പ് ഹീറോയായത് എന്ന സഞ്ജുവിന്റെ ഈ വൈകാരികമായ വാക്കുകളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? തിരുവനന്തപുരത്തെ ആ കറുത്ത രാത്രിയിൽ സഞ്ജുവിനെ വിമർശിച്ചവർക്ക് കാലം നൽകിയ മറുപടിയല്ലേ ഈ ലോകകപ്പ് കിരീടം? വരാനിരിക്കുന്ന പരമ്പരകളിലും സഞ്ജു ഇതേ സിംഹാസനം നിലനിർത്തുമോ? നിങ്ങളുടെ വികാരനിർഭരമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള മാസ് സ്റ്റോറികളും സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും പുതിയ വിശകലനങ്ങളും ഒട്ടും വൈകാതെ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു തകർപ്പൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.